അസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും അഭിനന്ദനരും ആദരണീയരുമായ മാസാന്ത ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അഷ്കർ മാഷ്, ജലീൽക്ക, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ എല്ലാ മാസവും ഖത്മുകൾ ഓതിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ 3 വർഷത്തിലധികമായി കോവിഡ് നമ്മെ പല പാഠങ്ങളും പഠിപ്പിച്ചപ്പോൾ ലോകത്തിന്റെ വിവിധ കോണിലാണെങ്കിൽ പോലും നമ്മുടെ ഈ വിദൂരങ്ങളിൽ ഇരിക്കുന്ന മനസ്സുകളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ ലോകത്ത് എന്തൊരു ടെക്നോളജി ഇറക്കിയോ അതെല്ലാം മനുഷ്യന് ഗുണമായിട്ടുള്ളതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയിട്ടാണ് UAE-യിലെ 7 എമിറേറ്റ്സിലും സൗദിയിലും അതുപോലെ തന്നെ ഒമാനിലും നാട്ടിൽ നിന്നും എല്ലാവരും ഒരുമിച്ച് നമ്മുടെ മനസ്സുകളെ കോർത്തിണക്കിക്കൊണ്ട്, ആ കോർത്തിണക്കുന്നത് ഖുർആനിന്റെ പേരിലാണ്. പരിശുദ്ധമായ ഈ ലോകത്തെയും ഭൂമിയെയും അതിനപ്പുറമുള്ള ഗാലക്സികളെ എല്ലാത്തിൻ്റെയും കാറ്റലോഗായിട്ടുള്ള ആ ഖുർആനിന്റെ പേരിൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒരുമിക്കുന്നു. എല്ലാവരും എല്ലാ മാസവും അൽഹംദുലില്ലാഹ് 3 ഖത്മ് 4 ഖത്മായി 5 ഖത്മ് വരെ ഓതിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലേക്ക്, അതും നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ ഖബറിൽ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വല്യപ്പമാർക്കും വല്യമ്മമാർക്കും അവരെ ഓർത്തുകൊണ്ട് എത്ര ജോലി തിരക്കാണെങ്കിലും എത്ര കുടുംബ തിരക്കുകൾക്കിടയിലാണെങ്കിലും എന്തെല്ലാം തിരക്കുകൾക്കിടയിലും ആ ഖബറിൽ കിടക്കുന്ന നാമും എത്തിപ്പെടാനുള്ള ഖബറിനെ കുറിച്ച് നാം ഇവിടെ ഇരുന്ന് ഓർക്കുകയും അവർക്ക് വേണ്ടി നാം സമ്പാദിക്കുകയും അവർക്ക് ആ ഒരു മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസമാണ് മക്കളായ നമ്മളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് നാം ഒരുമിച്ച് 3 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉസ്താദ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ഏതാനും 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉസ്താദ് ജോയിൻ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടി ഒരുപാട് പേര് ഖത്മുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാലോചിതമായിട്ടുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ്, അതുപോലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതുപോലെ നമ്മുടെ പിന്നെ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാലം നമുക്കറിയാം. ഈ നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം നാം സമ്പാദിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാണോ? നാം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, ഓഫീസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, ഓഫീസിൽ മുദീർമാരുടെ അടുത്തു നിന്നൊക്കെ പല ഷൗട്ടിങ്ങോ അതല്ലെങ്കിൽ പല പ്രഷറുകളും അനുഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്നുള്ള. അഷ്കർ മാഷെ, ഉസ്താദ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും 12 മണിക്കൂറും 16 മണിക്കൂറും 3 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് 4 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി എടുക്കുമ്പോഴൊക്കെ നമുക്ക് ആ ജോലി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമുക്ക് ഊർജം നൽകുന്നത്, നമ്മൾ അവശനായിരിക്കുമ്പോൾ ഒന്ന് കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ ജോലി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ മക്കളാണ്. ഒരുപക്ഷെ നമ്മളെ മക്കളെന്ന് പറയുന്നതെന്ന് പലരും പറയും യൂസുഫ് അലിയാണ്. 150-ലധികം വരുന്ന ലുലു മാളുകളും ഒരു മിനിറ്റിൽ 3 കോടിയിലധികം വരുമാനം വരുന്ന വലിയൊരു മനുഷ്യൻ, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന. എന്നാൽ അതിനേക്കാളുമൊക്കെ ഏറ്റവും മൂല്യവത്തായ ഒരു സ്വത്താണ് നാം ഓരോരുത്തരുടെയും കൈകളിലിരിക്കുന്ന നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അത്രമാത്രം മൂല്യവത്തായിട്ടുള്ളതാണ്. ആ മക്കൾക്ക് വേണ്ടിയാണ് നാം പലപ്പോഴും പലതും ക്ഷമിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ടിയാണ് പല ത്യാഗങ്ങളും നാം സഹിക്കുന്നത്. എന്നാൽ ആ മക്കൾ നാം പറയുന്നിടത്താണോ ഉള്ളത് എന്നുള്ളിടത്താണ് പലപ്പോഴും ആശങ്കകളായി രക്ഷകർത്താക്കൾ പലപ്പോഴും പറയാറുള്ളത്. തീർച്ചയായിട്ടും ആ മേഖലയിലും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഹൗ ടു മാനേജ് ഹൗ ക്യാൻ ഡു എ പാരൻറ്റിങ് ഇൻ എ സ്മാർട്ട് വേ, ഈസി പാരൻറ്റിങ് വേ എന്നൊക്കെയുള്ള രൂപത്തിൽ നാം പാരൻറ്റിങ് സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ SSLC +2 ഡിഗ്രി ഒക്കെ അഡ്മിഷൻ വരുന്ന സമയമാണ്. ആ സമയത്ത് കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട സെഷനുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്മാർട്ട് ഹബ്ബ് കാലോചിതമായിട്ടുള്ള പലയിടങ്ങളിൽ എവിടെയൊക്കെയാണോ സമൂഹം ആഗ്രഹിക്കുന്നത്, സമൂഹം നമ്മളിൽ നിന്ന് സേവനം ആഗ്രഹിക്കുന്നത്, ആ ഇടങ്ങളിലൊക്കെ ഉസ്താദ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മളെ ബഹുമാനപ്പെട്ട അമാനി ഉസ്താദ് നമ്മുടെ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്.
തീർച്ചയായിട്ടും അൽഹംദുലില്ലാ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷമായി അൽഹംദുലില്ലാ നമ്മുടെ ഖത്മുൽ ഖുർആൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞവർക്ക് വേണ്ടി നാം ഓരോരുത്തരും എല്ലാ മാസവും ഖത്മുകൾ ഓതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാസാന്ത ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസിലാണ് നാം എല്ലാവരും ഉള്ളത്. ഈ സമയത്ത് ഒരുപാട് തിരക്കുകൾക്കിടയിലും ബഹുമാനപ്പെട്ട നമ്മുടെ അനസമാനി ഉസ്താദിനെയാണ് നമുക്ക് സ്റ്റേറ്റ് SSFൻ്റെ വിദ്യാർത്ഥി സംഘടനയായ നമ്മുടെ പ്രതീക്ഷകളാവേണ്ടുന്ന ഭാവി വാഗ്ദാനങ്ങൾ പ്രതീക്ഷകൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്നെന്ന് സമൂഹം പലപ്പോഴും നാം സോഷ്യൽ മീഡിയയിൽ നിന്നും വാർത്തകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമൂഹത്തെ ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക്കായിട്ട് SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ 6000-ലധികം വരുന്ന യൂണിറ്റിലൂടെ 24ഓളം വരുന്ന സംസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അമാനി ഉസ്താദിനെ നമ്മുടെ ഈ ഖത്മുൽ ഖുർആൻ്റെ ഈ പരിപാടിയിലേക്ക് കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു ഒരു സമയം നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് കാലം ഹിക്മത്തോടു കൂടിയുള്ള ദഅ്വാ മേഖലയിൽ നമുക്കൊക്കെ നസീഹത്ത് നൽകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉസ്താദിനെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്ന എല്ലാ